Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് BCom സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ വീഡിയോ ഇത് രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായും പാസ്സാകാൻ സാധിക്കും. ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എ പാർട്ട്. കാരണം മൊത്തം 15 ചോദ്യങ്ങളും തിയറി ചോദ്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് മൊത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പാസ്സാകാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്പർ 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിലെ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് ഒരു 7 മുതൽ 8 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. സോ പാർട്ട് എയിൽ മൊഡ്യൂൾ നമ്പർ 1 ആണ് ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ചോദ്യങ്ങളൊക്കെ നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ടതാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് നിർബന്ധമായി നോക്കിയിരിക്കണം. അതുമാത്രമല്ല അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് പ്രതീക്ഷിക്കാം, ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാം, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം. നിർബന്ധമായും നോക്കിയിരിക്കണം. ബൈ ബാക്ക് ഓഫ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി 1 or 2 ഉണ്ടാവാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇനി മൂവിങ് ടു നമ്പർ 2, എല്ലാ പേപ്പറിലും വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നിർബന്ധമായും നോക്കിയിരിക്കണം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ തിയറി റിപ്പീറ്റ് ആണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. രണ്ടും മാറി മാറി ചോദിക്കാറുള്ളതാണ് കേട്ടോ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും ചോദിക്കാറുണ്ട്. ദെൻ ഈ രണ്ടെണ്ണത്തിൻ്റെയും മെത്തേഡ്സ് ഓഫ് റിഡംഷൻ അതും നോക്കണം. മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. രണ്ടിൻ്റെയും മെത്തേഡ്സ് നോക്കിയിരിക്കണം. മാറി മാറി വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ക്യാപിറ്റലിൻ്റെ മെത്തേഡ്സ് ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യമാണ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടാണ്. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. ദെൻ ബോണസ് ഷെയർസിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക, അതും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റൈറ്റ് ഷെയർസ് ആണ്. റൈറ്റ് ഷെയർസും ചോദിക്കുന്നത് അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ ഉണ്ടായിരിക്കും. റൈറ്റ് ഷെയർസ് എന്താണ്, ദെൻ റൈറ്റ് ഷെയർസിൻ്റെയും ഈ പറയുന്ന പോലെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം കേട്ടോ. റൈറ്റ് ഷെയർസിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ബൈബാക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ദെൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ മെത്തേഡ്സ് രണ്ടിൻ്റെയും നോക്കണം. ബോണസ് ഷെയർ എന്താണ്, റൈറ്റ് ഷെയർ എന്താണ്, സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, റൈറ്റ് ഷെയറിൻ്റെയും അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 5-6 ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യത്തിലോട്ട് കിടക്കാണ്. സ്ലിപ്പ് സിസ്റ്റം എന്താണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ബാങ്കിങ് കമ്പനിയിൽ നിന്ന് സ്ലിപ്പ് സിസ്റ്റം റിപ്പീറ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്. വാട്ട് ആർ നോൺ ബാങ്കിങ് അസറ്റ്സ്, വാട്ട് ആർ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് സെയിം ചാപ്റ്റർ
റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം, റിപ്പീറ്റ് ചോദ്യമാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണ്? വാട്ട് ആർ സ്റ്റാൻഡേർഡ് അസറ്റ്സ് ചോദിക്കാം. അതുപോലെ തന്നെ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്താണെന്നുള്ളത് ചോദിക്കാം. NPA ഡൗട്ട്ഫുൾ അസറ്റ്സ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഡൗട്ട്ഫുൾ അസറ്റ്സ് സബ്സ്റ്റാൻഡേർഡോ അതല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് മിക്കതും സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണ് ചോദിക്കാറ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം, നിർബന്ധമായും നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലൈഫ് ഫണ്ട് എന്താണ്? ലൈഫ് ഫണ്ട് എന്താണ്? ദെൻ ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്താണ് അങ്ങനെ ഇരിക്കും. ഇൻഷുറൻസ് ചോദിക്കാറുണ്ട്, ജനറൽ ഇൻഷുറൻസ് ചോദിക്കാറുണ്ട്, നോക്കിയിരിക്കണം. ഓക്കെ, ലൈഫ് ഫണ്ടാണ് കൂടുതൽ ചോദിക്കാറ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർബന്ധമായി നോക്കിയിരിക്കണം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്താണ്? ബാലൻസ് ഷീറ്റ് എന്താണ് നോക്കിയിരിക്കണം. ആ സെയിം ചാപ്റ്ററിൽ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നെഗറ്റീവ്, ഇതൊക്കെ സെയിം ചാപ്റ്ററാണ്. നെഗറ്റീവ് ഗുഡ് വിൽ എന്താണ്? സെയിം ചാപ്റ്റർ. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി എന്താണ്? സബ്സിഡിയറി കമ്പനി, സബ്സിഡിയറി കമ്പനി എന്താണ്? ഇതിൽ നിന്ന് ഈ 2 ചോദ്യങ്ങൾ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, നെഗറ്റീവ് ഗുഡ് വില്ല്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് റിവിഷണറി ബോണസ് എന്താണ്? റിപ്പീറ്റാണ്, സ്കിപ്പ് ചെയ്യരുത്. റിവിഷണറി ബോണസ് എന്താണ്? ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. EPS എന്താണ്? അതുപോലെ തന്നെ ഡൈല്യൂട്ടഡ് EPS എന്താണ്? ഡൈല്യൂട്ടഡ് EPS എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് DRR എന്താണ്? DRR എന്താണ്? CRR എന്താണ്? ദെൻ വൺ മോർ സജഷൻ, റവന്യൂ അക്കൗണ്ട് എന്താണ്? റവന്യൂ അക്കൗണ്ട് എന്താണ്? അപ്പോൾ ഇത്ര ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമുക്ക് തരാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പാർട്ടാണ്. നമ്പർ 1 ബൈബാക്ക് ഓഫ് ഷെയർസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം. അതിൻ്റെ മെത്തേഡ്സ് നോക്കിയിരിക്കണം. അതിൻ്റെയും ഈ പറയുന്ന അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ മെത്തേഡ്സ് നോക്കിയിരിക്കണം. ബോണസ് ഷെയർസ് എന്താണ്? സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, റൈറ്റ് ഷെയർസ് എന്താണ്? അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. ബോണസും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിരിക്കണം. ദെൻ സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്താണ്? ബാങ്കിങ് കമ്പനിയിൽ നിന്ന്. നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ, സബ്സ്റ്റാൻഡേർഡ് നോക്കിയിരിക്കണം. ലൈഫ് ഫണ്ട് എന്താണ്? ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, അതിൻ്റെ കൺസെപ്റ്റ്. ദെൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്താണ്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, നെഗറ്റീവ് ഗുഡ് വിൽ, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി നോക്കിയിരിക്കണം. റിവിഷണറി ബോണസ്, EPS എന്താണ്? ഡൈല്യൂട്ടഡ് EPS, DRR, CRR, റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ട് എയിൽ ഉറപ്പായിട്ടും നാളത്തെ എക്സാമിന് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ ഒരു 8 ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. പിന്നെ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇത്ര ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാളത്തെ എക്സാം പാസ്സാകാൻ സാധിക്കും, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.